ഹായ് ഫ്രണ്ട്സ്, ബി ഹാപ്പി ആമസോൺ പ്രൈമിൽ ഡയറക്റ്റ് OTT റിലീസായെത്തിയ ഒരു ഹിന്ദി ഫിലിമാണ്. 2 മണിക്കൂർ 10 മിനിറ്റാണ് ദൈർഘ്യം. ലീഡ് റോളിൽ എത്തിയിരിക്കുന്നത് 3 പേര്. 1 അഭിഷേക് ബച്ചൻ, 2 നാസർ, 3 ഇനായത്ത് വർമ്മ എന്ന പേരുള്ള ഒരു പെൺകുട്ടി. ഇതിന്റെ കഥയും സംവിധാനവും റെമോ ഡിസൂസയാണ്, കൊറിയോഗ്രാഫറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എന്താണ് പ്ലോട്ട് എന്ന് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. ഡാൻസ് റിലേറ്റഡ് ആണ്. ഒരു മോട്ടിവേഷണൽ ഡ്രാമ, ഒരു മോട്ടിവേഷണൽ ഡാൻസ് ഡ്രാമ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു സബ് ജോണർ. പടം അങ്ങനെ എത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മൾ 80 മുതൽ 90 മുതൽ കാണുന്ന അതേ ടോപ്പിക് തന്നെയാണ്. അതിനെ കുറച്ച് മോഡേണൈസ് ചെയ്തുകൊണ്ട് ഡാൻസിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കുട്ടിയും അതിനെ എങ്ങനെയാണ് ആദ്യം കുറച്ച് പുറകിലോട്ട് നിന്ന് അച്ഛനും ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്യുന്ന മുത്തച്ഛനും സമീപിക്കുന്നത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട്. കംപ്ലീറ്റ്ലി പ്രെഡിക്റ്റബിൾ ആണ് കഥ. അങ്ങനെ എവിടെയും ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും വരുന്നില്ല. ഒരു സിനിമ എന്നുള്ള നിലയിൽ ഈ സിനിമയെ വാച്ചബിൾ ആക്കുന്നത് ഞാൻ പറഞ്ഞ 3 പേരുടെ പെർഫോമൻസ് ആണ്. അതിൽ തന്നെ ഒന്നാമത് പറയേണ്ടത് ആ കുട്ടി ഇനായത്ത് വർമ്മ. 13 വയസ്സാണ്. എത്ര മനോഹരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നതെന്നും എനിക്ക് വാക്കുകളിലൂടെ അത് പറയാൻ പറ്റില്ല. ആ കുട്ടിയുടെ ഒരു ഗ്രേസ്, ആക്ടിങ്, കൂടാതെ ഡാൻസ്, അതിഗംഭീരമായ ഡാൻസ് പെർഫോമൻസ് ആണ് ആ കുട്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ആ കുട്ടിയുടെ അഭിഷേക് ബച്ചനുമായിട്ടും നാസറുമായിട്ടുള്ള കെമിസ്ട്രി. അഭിഷേക് ബച്ചനുമായിട്ട് എന്ന് പറയുമ്പോൾ മുമ്പ് 2020 ഇറങ്ങിയ ലുഡോ എന്നുള്ള സിനിമയിൽ ഇവരൊരു കോംബോ ആയി വന്നിട്ടുണ്ടായിരുന്നു. അതും നല്ല രസമായിരുന്നു കാണാൻ. ആ കുട്ടിക്ക് ഇവരുമായിട്ട് കെമിസ്ട്രി ഉണ്ടാകുന്ന പറയുമ്പോൾ ഇവരെ നമ്മൾ പറയാനുള്ളൂ. നാസർ ഗംഭീരം. ഇടക്കൊക്കെ വില്ലൻ റോൾ ചെയ്യും, ഇടക്കൊക്കെ ഇതേപോലെ നല്ല ഫീൽ ഗുഡ് റോളും അദ്ദേഹം ചെയ്യാറുണ്ട്. എത്ര നാച്ചുറൽ ആയിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നതെന്ന് അറിയാം. ഈസി ആയിട്ടുള്ള ഒരു പ്രകടനം. അഭിഷേക് ബച്ചൻ പണ്ട് മുതലേ കേൾക്കുന്ന വിമർശനമാണ് അമിതാഭ് ബച്ചൻ്റെ ആ ഒരു ഓറയോട് എത്തി നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ അഭിഷേക് ബച്ചൻ ഈ അടുത്ത് ചെയ്യുന്ന റോളുകൾ ഒരു വേറെ തന്നെ. പൊതുവേ ബോളിവുഡിൽ മെയിൻ സ്ട്രീം ആക്ടേഴ്സ് ചെയ്യുന്ന പോലെയുള്ള റോളുകളല്ല. അദ്ദേഹം തിരഞ്ഞു പിടിക്കുന്ന സ്ക്രിപ്റ്റുകളൊക്കെ കുറച്ച് വെറൈറ്റിയാണ്. അതിൽ അദ്ദേഹം നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാറുണ്ട്. പ്രകടനത്തിൽ അഭിഷേക് ബച്ചൻ ഗംഭീരാണ്. സ്ക്രിപ്റ്റ് ഓക്കെ, നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ, ക്ലീഷയാണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ പൊതുവേ മറ്റുള്ളവർ ചെയ്യുന്ന തരത്തിലുള്ള മെയിൻ സ്ട്രീം കൊമേഴ്സ്യൽ എൻ്റർടൈനേഴ്സ് അഭിഷേക് ബച്ചൻ ഈയിടെ ചെയ്യാറില്ല. ഈ പറഞ്ഞ 3 മെയിൻ ലീഡുകളെ കൂടാതെ നോറ ഫത്തേഹി കൂടിയുണ്ട് ഈ സിനിമയിൽ. അവർ മികച്ച അഭിനേത്രിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ അവരുടെ ഡാൻസ് പെർഫോമൻസ്, അതിന് ഹാറ്റ്സ് ഓഫ് എന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ വാക്കുകളില്ല. ഈ സിനിമ ഒരു സമയം കഴിയുമ്പോൾ കുറച്ചധികം ഇമോഷണൽ ആകുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചൊക്കെ ഡ്രാഗൊക്കെ തോന്നിപ്പിക്കുന്നുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ട് വാച്ചബിൾ ആയ ഒരു സിനിമ. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3 ഔട്ട് ഓഫ് 5.